ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതി ഷെറിൻ ജയിൽ മോചിതയാവുകയാണ്. ശിക്ഷ ഇളവ് നൽകണമെന്ന ശുപാർശ ഗവർണർ അംഗീകരിച്ചിരിക്കുന്നു. ഷെറിനടക്കം 11 പേർക്കാണ് ശിക്ഷ ഇളവ് നൽകണമെന്ന് മന്ത്രിസഭ ശുപാർശ ചെയ്തിരിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എന്തായാലും വിവാദങ്ങൾക്കൊടുവിൽ മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചിരിക്കുകയാണ്. എപ്പോഴുണ്ടാകും മോചനം? ഷെറിന്റെ മോചനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ചില സാങ്കേതികപരമായ നടപടികൾ മാത്രമാണുള്ളത്. അതായത് ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് സംബന്ധിച്ച ഉത്തരവ് വരിക എന്നുള്ളത് മാത്രമാണ് ഈ മോചനത്തിന് ബാക്കിയുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ ശുപാർശയിൽ ഗവർണർ തീരുമാനമെടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് ഇത്തരത്തിലുള്ള ശുപാർശ ഗവർണറുടെ പരിഗണനയ്ക്ക് വരുന്നത്. പക്ഷെ അക്കാര്യത്തിൽ തീരുമാനമെടുത്ത് ചെയ്തിരുന്നില്ല. കാരണം അനർഹമായ ഒരു പരിഗണന ഇവർക്ക് ലഭിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു ആരോപണം നേരിട്ടിരുന്നത്. ജയിലിൽ എത്തിയതിനു ശേഷം ഇവർ അവിടെ അടിപിടി ഉണ്ടാക്കി, ഇവർക്ക് മറ്റ് പരാതികളുണ്ട്. മാത്രമല്ല നിരവധി തവണ പരോളുകൾ കിട്ടിയതായി ആരോപണം ഉയർന്നിരുന്നു. പ്രത്യേക പരിഗണന ലഭിച്ചതായിട്ടുള്ള ഒരു പരാതിയാണ് ലഭിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് രാജ്ഭവൻ എത്താതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാജ്ഭവന്റെ ഭാഗത്തു നിന്നും കൂടി ഒരു അനുകൂലമായ നിലപാട് വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇനി പുറത്തേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യമാണ് എടുത്ത പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്തരത്തിൽ ഷെറിന്റെ മോചനമായി വരുമ്പോൾ നേരത്തെ ഉന്നയിച്ചിരുന്ന വാദങ്ങൾ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ കൂടുതൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം സാധാരണ ജീവപര്യന്ത ശിക്ഷ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് 14 വർഷത്തിന് ശേഷമൊക്കെയാണ്, വീണ്ടും കുറെ നാളുകൾക്ക് ശേഷമാണ് മോചനത്തിലേക്ക് പോവുക. 20 വർഷവും 22 വർഷവും ഒക്കെ ജയിൽ ആയിട്ടും ജയിൽ മോചിതരാകാതെ തുടരുന്ന ആളുകളുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് 14 വർഷം, കൃത്യം 14 വർഷം പൂർത്തിയായപ്പോൾ ഷെറിന് മോചനം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ജയിൽ ഉപദേശ സമിതിയാണ് ഇത് സംബന്ധിച്ച് ഒരു ശുപാർശ നൽകുന്നത്. അത് തിടുക്കപ്പെട്ട് മന്ത്രിസഭയിലേക്ക് വരുന്നു. അതിനുശേഷം മന്ത്രിസഭയിൽ ആ കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. അതിന് പിന്നിൽ മന്ത്രിസഭയിലെ തന്നെ ഒരു അംഗമാണ് എന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. എന്തായാലും അത്തരം ഒരു ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഈ ഇത്രയധികം വിവാദമായിട്ടും വലിയ വിമർശനവും എതിർപ്പുണ്ടായിട്ടും സർക്കാർ ഈ മോചനവുമായി ഈ ശുപാർശയുമായി മുന്നോട്ട് പോവുക തന്നെയായിരുന്നല്ലേ ചെയ്തത്? മന്ത്രിസഭാ യോഗം ആ കാര്യം അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇത് സംബന്ധിച്ച വിമർശനങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അതിനെ പൂർണ്ണമായും പാടെ തള്ളുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. കാരണം 14 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു, നല്ല നടപ്പാണ് ഉള്ളതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ജയിലിൽ അടിപിടി കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള, അല്ല അടിപിടിയൊക്കെ നടത്തിയിട്ടുള്ള സംഭവങ്ങൾ വരികയും ചെയ്തിരുന്നു. പക്ഷേ പല രീതിയിലുള്ള പരിഗണന നമ്മൾ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ചില പരിഗണനകൾ ഷെറിന് ലഭിച്ചു വരുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിരവധി തവണയാണ് പരോള് ഇവർക്ക് ഈ ശിക്ഷാ കാലയളവിൽ ലഭിച്ചിരുന്നത്. അതിനെല്ലാം പിന്നിൽ മന്ത്രിസഭയിലെ തന്നെ ഒരു അംഗമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്, ആരോപണമാണ് വരികയും ചെയ്തിരുന്നത്. എന്തായാലും സർക്കാർ ഈ നടപടിയിൽ നിന്ന് ഒരിക്കൽ പോലും പിന്നോട്ട് പോയിരുന്നില്ല. ഇത്തരത്തിലൊരു ജയിൽ ഉപദേശ സമിതിയുടെ തീരുമാനം മന്ത്രിസഭയ്ക്ക് വരുന്നു. ആ മന്ത്രിസഭ ആ തീരുമാനം അംഗീകരിക്കുന്നു. പിന്നെ ഒരു പുനഃപരിശോധനയിലേക്കോ പോവുകയും ചെയ്തിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ തിരിച്ചു വിളിക്കുന്നതിനോ മറ്റു നടപടികളിലേക്ക് പോയിരുന്നില്ല. എന്തായാലും മാസങ്ങൾക്ക് ശേഷം ഗവർണറും ഈ സർക്കാരിന്റെ തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. ഈ വിവാദം ഉണ്ടായിട്ടും ഈ ശുപാർശയുമായി സർക്കാർ മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്തത്. പക്ഷെ അത് മാത്രമല്ല, ഇത് ഇത്രയധികം വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടായിട്ടും അതിലൊരു വിശദീകരണം നൽകാൻ, ഒരു ന്യായീകരണത്തിന് പോലും സർക്കാർ മുതിർന്നിട്ടില്ലല്ലോ. വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് സർക്കാരിനെതിരെ ഉയർന്നു ചെയ്തിരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 വർഷവും 22 വർഷവുമായി ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ആളുകളാണ്. അവർക്കാർക്കും അത്തരത്തിലുള്ള പരിഗണന ലഭിച്ചിട്ടില്ല. പ്രായമായിട്ടുള്ള ആളുകളുണ്ട്, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും കിട്ടാത്ത ഒരു പരിഗണനയാണ് ഷെറിന് ലഭിച്ചിരുന്നതെന്നാണ് ഒരു ആരോപണമാണ് വന്നിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അനർഹമായ ചില പരിഗണനകൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ ആരോപണങ്ങളൊക്കെ ഒന്നും വന്ന സാഹചര്യത്തിൽ ഒരിക്കൽ പോലും സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോയില്ല. മന്ത്രിസഭാ യോഗം അത്തരത്തിൽ തീരുമാനമെടുക്കുന്നു. അതിനുശേഷം ഗവർണർക്ക് അയക്കുന്നു. ഒരിക്കൽ പോലും ഇത് മടക്കി വിളിക്കാനുള്ള നടപടികളിലേക്ക് പോയില്ല. അതൊരു അങ്ങനെ ഒരു നടപടികൾ വേണ്ട എന്നുള്ളത് തന്നെയാണ് സർക്കാർ. കേരളത്തിലേറെ കോളിളക്കമുണ്ടാക്കിയ കേസായിരുന്നു ഭാസ്കര കാരണവർ വധക്കേസ്. അതിലെ പ്രതി ഷെറിനാണ് ഇപ്പോൾ ജയിൽ മോചനം സാധ്യമാകുന്നത്. മന്ത്രിസഭ മോചനത്തിനായുള്ള ശുപാർശ നൽകിയതൊക്കെ വലിയ വിവാദമാവുകയും വിമർശനം ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും അത് പുനഃപരിശോധിക്കാനോ അതിൽ നിന്ന് പിന്നാക്കം പോകാനോ സർക്കാർ തയ്യാറായിട്ടില്ല. എന്തായാലും മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു.
അംഗീകരിച്ചതോടുകൂടിയാണ് ഷെറിൻ അടക്കം 11 പേർക്ക് ജയിൽ മോചനം സാധ്യമാകുന്നത്. വിവരങ്ങളാണ് സിജോ വിജോൺ നൽകിയത്.